അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറ അൽ ജിന്ന് അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചില കാര്യങ്ങളിൽ നിലപാട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇനി 25-ാമത്തെ സൂക്തത്തിൽ മക്കയിലെ ബഹുദൈവവാദികളുടെ പരിഹാസരൂപേണയുള്ള ഒരു ചോദ്യത്തിന് ആ ചോദ്യം ഉന്നയിക്കാതെ മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا. قل നബിയെ താങ്കൾ പറയും, ഇൻ അദിരി, ഇൻ ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം. ദറ യദിരി അറിഞ്ഞു, അതിരി ഞാൻ അറിയുന്നു, ഇൻ അതിരി ഞാൻ അറിയുന്നില്ല അഥവാ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഖരീബുൻ, ഖരീബ് സമീപസ്ഥം, ആ ഖരീബ് സമീപസ്ഥമാണോ? മാ തുഅദൂൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ കാര്യമുണ്ടല്ലോ, അത് സമീപസ്ഥമാണോ എന്നെനിക്കറിയില്ല. അം അല്ലെങ്കിൽ യജഅലു ലഹു അതിനെ അവൻ ആക്കിയിട്ടുണ്ടോ എന്നും അറിയില്ല. റബ്ബി എൻ്റെ നാഥൻ, അമദ അതിന് ഒരു നീണ്ട അവധി അവൻ നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചോദ്യം ഉന്നയിക്കാതെ മറുപടി പറയുന്ന ശൈലിയിലാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ കാര്യം സമീപസ്ഥമാണോ, അതല്ല എൻ്റെ നാഥൻ അതിന് കൂടുതൽ അവധി നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായിരിക്കും അവരുടെ ചോദ്യം? സ്വാഭാവികമായിട്ടും ഇതായിരിക്കണം, മുഹമ്മദേ, നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ അന്ത്യനിമിഷമുണ്ടല്ലോ, നീ പറയുന്നില്ലേ ഈ ലോകം അവസാനിക്കാൻ പോവാണ് എന്നൊക്കെ, അതെപ്പോഴാണ് മുഹമ്മദെ സംഭവിക്കാം? അതിൻ്റെ മറുപടിയാണ് ഇവിടെ നൽകപ്പെടുന്നത്. ആ സമയം വന്നെത്തും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ മാസവും തീയതിയും പറയാൻ ഞാൻ ആളല്ല എന്നാണ്. അത് അടുത്ത് തന്നെ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ നീണ്ട അവധിക്ക് ശേഷമാണോ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. അതൊക്കെ സൃഷ്ടികർത്താവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുവാനാണ് ഉണർത്തുന്നത്. 26-ാമത്തെ സൂക്തം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മനസ്സിലാക്കണം. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ആരാണ് അല്ലാഹു? ആലിമുൽ ഗൈബ്, റബ്ബ്, എൻ്റെ റബ്ബ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവൻ ആലിമുൽ ഗൈബാണ്, അദൃശ്യമായ അതിഭൗതികമായ കാര്യങ്ങൾ അറിയുന്നവനാണ് അവൻ, ആലിമുൽ ഗൈബ്. അതിനാൽ ലാ യുൽഹിറു, അൽഹറ യുൽഹിറു വെളിപ്പെടുത്തി എന്നാണ് അർത്ഥം. ലാ യുൽഹിറു അവൻ വെളിപ്പെടുത്തുകയില്ല, അലാ ഗൈബിഹി അവൻ്റെ അദൃശ്യ രഹസ്യങ്ങൾ, അഹദ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ആലിമുൽ ഗൈബ് അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അവൻ. അതിഭൗതിക ജ്ഞാനം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്, പ്രത്യേകിച്ച് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള അറിവ്. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ചോദിച്ച് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സംഭവിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, അപ്പോൾ അത് സംഭവിച്ചിരിക്കും. ആ അറിവിൻ്റെ ഖജനാവ് സൃഷ്ടികർത്താവിൻ്റെ കൈകളിൽ ഭദ്രമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ സൂക്തത്തിൽ അം യജഅലു ലഹു റബ്ബി അമദ, എൻ്റെ റബ്ബ് അതിന് അവധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും
എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ, ആ റബ്ബിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ആലിമുൽ ഗൈബാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. അവൻ്റെ അദൃശ്യങ്ങൾ ആർക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കാറില്ല. ഇവിടെ എന്താണ് അൽ ഗൈബ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ബുദ്ധി കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ അറിയാൻ കഴിയാത്ത കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള അദൃശ്യ കാര്യങ്ങൾ എന്നാണ് ഗൈബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഊഹിച്ചോ ഗണിച്ചോ അല്ലെങ്കിൽ ലക്ഷണം നോക്കിയോ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടോ ഒരാൾ ഒരുപക്ഷെ അറിയുന്ന കാര്യങ്ങൾ അതിന് അദൃശ്യം എന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നിന്നുള്ള അറിവാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അറിവ് അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. ആ അറിവ് ജ്യോത്സ്യന്മാരോ ജിന്നുകളോ അല്ലെങ്കിൽ പിശാചുക്കളോ പ്രശ്നം വെക്കുന്നവരോ മന്ത്രവാദികളോ ഇനി ശാസ്ത്രജ്ഞരോ പണ്ഡിതരോ മഹാത്മാക്കളോ ആർക്കും ആ ജ്ഞാനമില്ല. ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സവിശേഷമായ ജ്ഞാനം ചില സന്ദർഭങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കും എന്ന് അടുത്ത സൂക്തത്തിൽ 27-ാമത്തെ സൂക്തത്തിൽ ബോധ്യപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും. 27-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. ഇല്ലാ മൻ ഇർതളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഇല്ലാ മൻ ഇർതളാ, ഇല്ല ഒഴികെ, മൻ ആരോ ഒരാൾ, ഇർതളാ അവൻ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട ആൾ ഒഴികെ, മിർ റസൂൽ അവൻ്റെ ദൂതരിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദൂതരിൽപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട ആൾ ഒഴികെ അയാൾക്ക് മാത്രമാണ് അള്ളാഹു താല ഈ രഹസ്യം വെളിപ്പെടുത്തുക. ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈ. എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫഇന്നഹു നിശ്ചയമായും അത്, യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലും പിമ്പിലും അവൻ കാവൽക്കാരെ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഫഇന്നഹു നിശ്ചയം അവൻ, യസ്ലുക്കു സലക്ക യസ്ലുക്കു നേരത്തെ വന്നിട്ടുള്ള വാക്കാണ്, അവൻ ഏർപ്പെടുത്തും, മിൻ ബൈനി യദൈഹി ബൈന ഇടയിൽ, യദ് കൈ, യദൈഹി തൻ്റെ ഇരുകരങ്ങൾ, ഇരുകരങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ മുൻഭാഗം എന്നാണ് ഉദ്ദേശം. വമിൻ ഖൽഫിഹി അതേപോലെ തന്നെ പിൻഭാഗത്തും എന്താണ് ഏർപ്പെടുത്തുക? റസദിനെ ഏർപ്പെടുത്തും, അഥവാ കാവൽക്കാരെ ഏർപ്പെടുത്തും. റാസിദ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് റസദ്, കാവൽക്കാരൻ അല്ലെങ്കിൽ നിരീക്ഷകൻ എന്നർത്ഥം. നേരത്തെ 17-ാമത്തെ സൂക്തത്തിൽ വന്നില്ലേ, യസ്ലുഖു അദാബൻ സഅദ, കഠിന ശിക്ഷയിൽ അകപ്പെടുത്തും. അവിടെ സലക്ക എന്ന വാക്ക് നേരത്തെ വന്നിരുന്നു. അതുപോലെ തന്നെ റസദ് എന്ന വാക്ക് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് ഭദ്രമായിട്ട് കാവൽക്കാരെ നിർത്തുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ അതിനാൽ അള്ളാഹുവിൻ്റെ അറിവിനെ ആർക്കും ഒരു വിധത്തിലും കട്ടെടുക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ വീണ്ടും അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ, അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർ ആരായിരിക്കും? ഒരുപക്ഷെ അത് പ്രവാചകന്മാരാകാം, അല്ലെങ്കിൽ അവർക്ക് സന്ദേശം എത്തിക്കുന്ന മലക്കുകളുമാകാം. അത് അതിൻ്റെ സമയമാകുമ്പോൾ അല്ലാഹു തആല അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെ ദൈവദൂതന്മാർക്ക് അദൃശ്യജ്ഞാനം നൽകുമ്പോൾ പ്രത്യേകമായ പാറാവുകാരെ ഏർപ്പെടുത്തുന്നു. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ സംവിധാനം എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെ ആ നിലയ്ക്ക് മഹത്തായ ഒരു രഹസ്യത്തിൻ്റെ വെളിപ്പെടലാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ വചനങ്ങളുമായിട്ട് അവതരിക്കുമ്പോൾ അതോടൊപ്പം മറ്റു മലക്കുകൾ
കാവൽക്കാരായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ടല്ലോ. ഓരോ വചനത്തെയും കാത്ത് സംരക്ഷിച്ച് സുരക്ഷിതമായി എത്തിക്കുന്ന മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്ലാമിൻ്റെ കൂടെ ഉണ്ടാവും. ജിബ്രീൽ അലൈഹിസ്ലാമും മലക്കുകളുമാണ് അതിനെ എത്തിക്കുന്നത് എന്നർത്ഥം. അതിനാൽ ജിന്നുകളെ സ്വാധീനിച്ച് ഉപരിലോക വാർത്തകളും ഭാവി പ്രവചനങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയും എന്ന വാദം തികച്ചും നിരർത്ഥകമാണ് എന്ന് തന്നെ ഒടുവിൽ സൂറ സമാപിക്കുന്ന ഘട്ടത്തിലും ബോധ്യപ്പെടുത്തുകയാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ ഈ സംവിധാനങ്ങളിലേക്ക് ആർക്കും അങ്ങനെ ഇടിച്ചു കയറാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യം എന്താണ്? ഖിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള പരിഹാസപൂർണമായ അവരുടെ ചോദ്യത്തിന് വളരെ യുക്തിയുക്തമായി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനാൽ ഖിയാമത്ത് എപ്പോൾ സംഭവിക്കും എന്നതല്ല പ്രധാനം, മറിച്ച് ആ ഖിയാമത്തിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് മുന്നൊരുക്കമാണ് നാം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുകൂടി ഈ സൂക്ത ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വചനങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.